ഇന്ത്യൻ റെസിഡൻ്റ് ആയുള്ള ആളുകൾ അത് ദുബായിലായിക്കോട്ടെ, ഇപ്പം ദുബായ് മാത്രമല്ല കേട്ടോ മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലം, യെസ്. പക്ഷേ യു കെയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെല്ലാം NRIs ആയിരിക്കും. റെസിഡൻസ് സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക് അവിടെ പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് പറ്റില്ല. സോ ഫ്രീ ഹോൾഡ് ആയിട്ട് പ്രോപ്പർട്ടീസ് മേടിക്കുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലം ഇപ്പോൾ തായ്ലൻഡിൽ ഫ്രീ ഹോൾഡ് തുടങ്ങിയിട്ടുണ്ടല്ലേ? ഫ്രീ ഹോൾഡ് തുടങ്ങിയിട്ട് അതും ഒരുപാട് ആളുകൾ പോയി വാങ്ങിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്തോനേഷ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സൗദി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 2026 പകുതി ആകുമ്പോഴേക്കും സൗദി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇന്ത്യയിലെ നിയമങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫെമ എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട്. ഈ ആക്ടിൻ്റെ 6 എന്ന് പറയുന്ന ആക്ട് 6 എന്ന് പറഞ്ഞതിലാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും വിദേശത്ത് പ്രോപ്പർട്ടി മേടിക്കാനുള്ള അനുവാദം ഇന്ത്യൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2004 വരെ ആ മേടിക്കാനുള്ള അനുവാദം എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ അനുമതിയോട് കൂടി മാത്രം, അതായത് റിസർവ് ബാങ്കിൻ്റെ മുൻകൂർ അനുമതിയോട് കൂടി മാത്രമായിരുന്നു ഒരു റെസിഡൻസ് സ്റ്റാറ്റസിലുള്ള ഒരാൾക്ക് വിദേശത്ത് പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റുള്ളൂ. 2004 റിസർവ് ബാങ്കിൻ്റെ ഒരു റെഗുലേഷൻ വന്നു. ആ റെഗുലേഷൻ പ്രകാരം അനുമതി ഇല്ലാതെയും ഈ പറയുന്ന വിദേശ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം. അത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കണം, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കണം. അഗ്രികൾച്ചർ പ്രോപ്പർട്ടികൾ നമ്മളുടെ ഇന്ത്യൻ റെസിഡൻറ്റിന് വിദേശത്ത് വാങ്ങിക്കാനുള്ള അധികാരമില്ല. വിദേശികൾക്ക് ഇവിടെയും അഗ്രികൾച്ചർ പ്രോപ്പർട്ടി മേടിക്കാനുള്ള അധികാരമില്ല. അതായത് ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾ വിദേശത്ത് പോയിട്ട് അഗ്രികൾച്ചർ പ്രോപ്പർട്ടി മേടിക്കാൻ പാടില്ല. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ റെസിഡൻസ് പ്രോപ്പർട്ടിയോ മേടിക്കാം. അതിന് ഒരു പ്രീ അപ്രൂവൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമമാണ് LRS. അതൊരു പോളിസിയാണ്, ലിബറൈസ്ഡ് റെമിറ്റൻസ് സ്കീം എന്ന് പറയും. ഈ ലിബറൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം ഒരു വ്യക്തിക്ക് വിദേശത്തേക്ക് ഇത്തരത്തിൽ പ്രോപ്പർട്ടി മേടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ആയിട്ട് വിദേശത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പരമാവധി തുക എന്ന് പറയുന്നത് $2,50,000 അതായത് ഇന്ത്യൻ റുപ്പീസിലല്ല കണക്ക് പറയുന്നത്, $. പറയുന്നത്. ഇപ്പോഴത്തെ ഒരു റേറ്റ് അനുസരിച്ച് ഏകദേശം 2,08,00,000 രൂപ സംതിങ് ആണ്. ഈ ഒരു തുക മാത്രമാണ് ഒരു വ്യക്തിക്ക് വിദേശത്തേക്ക് അയക്കാൻ പറ്റുള്ളൂ. ഇതിൽ കവിഞ്ഞ എമൗണ്ട് വിദേശത്തേക്ക് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയക്കാൻ പറ്റില്ല, നോർമലി അയക്കാൻ പറ്റില്ല. അത് ഫെമ ആക്ടിൻ്റെ വയലേഷനാണ്. ഈ ഫെമ ആക്ട് എന്ന് പറയുന്ന ഒരു ചില്ലറക്കാരനല്ല. പണി തന്നു കഴിഞ്ഞാൽ മുട്ടം പണി തരാൻ സാധ്യതയുള്ള, കിട്ടാൻ സാധ്യതയുള്ള, കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ആക്ടാണ് ഈ ആക്ടും. ഇതൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ ആളുകൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശത്തേക്ക് ഫണ്ട് അയക്കാനായിട്ട് ബാങ്ക് വഴി അയക്കണമെന്നില്ല. പ്രത്യേകിച്ച് ദുബായിലേക്ക് ഫണ്ട് അയക്കാനായിട്ട് പല മെത്തേഡ്സും നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ പല ആളുകളുടെയും ട്രാൻസാക്ഷനും ഇപ്പോൾ ഇവിടെ ലാൻഡ് വെക്കുന്നു, എന്നിട്ട് അവിടെ അതിൻ്റെ പ്രതിഫലം അവിടെ ദുബായിൽ മേടിക്കുന്നു. അങ്ങനെയുള്ള പല കളികളും നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആ പൈസകളൊക്കെ അവിടെ എന്താ ചെയ്തിരിക്കുന്നത്, പ്രോപ്പർട്ടിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം ആരും ഇവിടെ ഇൻകം ടാക്സിൽ ഡിക്ലെയർ ചെയ്തില്ല. നമ്മൾ വിദേശത്ത് പ്രോപ്പർട്ടി മേടിച്ചാൽ റെസിഡൻസ് സ്റ്റാറ്റസിലാണ് പ്രോപ്പർട്ടി മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്യണം എന്ന് മാത്രമല്ല, നമ്മുടെ ഇൻകം ടാക്സിൽ ഫയൽ ചെയ്യുക എന്ന് മാത്രമല്ല, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇവിടെ ഫയൽ ചെയ്ത് അതിന് കൃത്യമായിട്ട് ഇൻകം ടാക്സ് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഇതൊന്നും ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാണ്, നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നോട്ടീസ് വരുന്നത് കാശ്മീരിൽ നിന്നൊക്കെയാണ് നോട്ടീസ് വരുന്നത്. അതായത് ഓഫീസുകളിൽ നിന്ന് വരുന്നുണ്ട്. വലിയ ഇഷ്യൂസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും അതിൻ്റെ പെനാൽറ്റി ഹ്യൂജ് പെനാൽറ്റിയാണ്. ഇങ്ങനെ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ 10 ലക്ഷം രൂപ. ഓക്കെ, ഇനി ഡിക്ലെയർ ചെയ്ത് പിടിക്കപ്പെട്ട സ്പോട്ടിൽ 10 ലക്ഷം. അതൊരു എന്താ പറയുക, ഒരു വാമപ്പിന് മാത്രം കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് കഴിഞ്ഞ് അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 30% നമ്മൾ ടാക്സ് അടയ്ക്കണം. 30% ടാക്സും അതിൻ്റെ 3 ഇരട്ടി പെനാൽറ്റിയും, അതായത് 120% പെനാൽറ്റി അടയ്ക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പം ഞാനിപ്പോൾ ഈ ഫെമ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ LRS ഒക്കെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ നിന്നും വിദേശത്തേക്ക് ഫണ്ട് കൊണ്ടുപോയിട്ട് പർച്ചേസ് ചെയ്ത ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ നിന്നും ലീഗലായിട്ടൊരു ഫണ്ട് വിദേശത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കിന് ഞാനത് ഇവിടെ ടാക്സ് അടച്ച പൈസ ആയിരിക്കുമല്ലോ. അല്ലേ? ടാക്സ് അടച്ച പൈസ ആയിരിക്കുമല്ലോ. അത് വെച്ച് ഞാൻ വിദേശത്തൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചാലും അതും വീണ്ടും ഞാൻ ഡിക്ലെയർ ചെയ്യണോ? നമ്മൾ വാങ്ങിച്ചു എന്ന് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോറിൻ അസറ്റ്സിനെ ഡിക്ലെയർ ചെയ്യാൻ തന്നെ ഒരു സ്പെസിഫിക് കോളം തന്നെ അത് നമ്മൾ ഫില്ല് ചെയ്യണം. നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കണം. വിദേശ പ്രോപ്പർട്ടി ഇതുണ്ടെന്ന് മാത്രമല്ല, അവിടെ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ പോലും നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത്. റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണ്. ഈവൻ ഇഫ് യു ആർ ആൻ NRI, ഇഫ് യു ആർ നോട്ട് സ്റ്റേയിങ് ഇൻ ഇന്ത്യ ഫോർ മോർ ദാൻ 182 ഡേയ്സ് കൂടുതൽ ഇന്ത്യയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് NRI സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആവും. അതെ.
6 മാസത്തേക്കുള്ളിൽ ഇന്ത്യക്ക് പുറത്ത് നിന്നില്ലെങ്കിൽ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആവും. അന്നേരവും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമാവും. അതാണ് ഞാൻ പറഞ്ഞത്, NRIs ആണെങ്കിലും നിങ്ങൾ കറക്റ്റ് നോക്കി നിന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വരും. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സുജിത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിളായിട്ട് പൈസ ഉണ്ടാക്കി വരാം എന്നൊക്കെ ഒരു കണക്കിന് ശരിയാണ്, ഒരു കണക്കിന് തെറ്റുമാണ്. അത് നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് കൊണ്ടുപോയി ഇവിടെ പൈസ കടം വാങ്ങിച്ചും അതേപോലെ മറ്റുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയും മറ്റു വഴികൾ വഴിയും ദുബായിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് വളരെ വലിയ ഒരു തെറ്റാണ്. അത് ആ ചെയ്ത ആളുകൾക്ക് ചിലപ്പോൾ ഇപ്പം നിലവിൽ ചെയ്തവരെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.